വിങ്സ് അക്കാദമിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ 3rd ചാപ്റ്റർ ആയിട്ടുള്ള റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി, ക്രിയാശീല ശ്രേണിയും വൈദ്യുത രസതന്ത്രവും എന്ന ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോണേ. ഓക്കെ, നമുക്ക് വേഗം ക്വസ്റ്റ്യനോട്ട് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് അയോൺ ഈസ് അട്രാക്റ്റീവ് ടുവേഴ്സ് ദ കാഥോഡ്? ചുവടെ നൽകിയിരിക്കുന്ന അയോണുകളിൽ കാഥോഡിലേക്ക് ആകർഷിക്കപ്പെടുന്ന അയോൺ ഏത്? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നമ്മുടെ കീവേഡ് ആണ് എന്ത്? ടുവേഴ്സ്, കാഥോഡ്. കാഥോഡ് ആണ് നമ്മുടെ കീവേഡ്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് 2 ടൈപ്പ് അയോണുകളാണ് ഉള്ളത്. പോസിറ്റീവ് അയോണിന് നമ്മൾ എന്തെന്ന് വിളിക്കും? പോസിറ്റീവ് അയോണിന് നമ്മൾ കാറ്റയോൺ എന്ന് വിളിക്കും. പോസിറ്റീവ് അയോൺ എന്ന് വിളിക്കും, കാറ്റയോൺ എന്ന് വിളിക്കും. മലയാളത്തിലും കാറ്റയോൺ തന്നെയാണ് പറയണത്. പോസിറ്റീവ് കാറ്റയോൺ. ടാറ്റ ആ ഒരു വേർഡ് ശ്രദ്ധിച്ച് പഠിക്കുക കേട്ടോ. കാറ്റയോൺ, പോസിറ്റീവ് അയോൺ എന്താ വിളിക്കുക? കാറ്റയോൺ എന്നാണ് വിളിക്കുക. നെഗറ്റീവ് അയോണിന് ആനയോൺ എന്ന് വിളിക്കും. നെഗറ്റീവ് അയോണിന് ആനയോൺ എന്ന് വിളിക്കും. പോസിറ്റീവ് അയോണിനെ കാറ്റയോൺ എന്ന് വിളിക്കും. നെഗറ്റീവ് അയോണിനെ നമ്മൾ ആനയോൺ എന്ന് വിളിക്കും. പോസിറ്റീവ് അയോൺ, കാറ്റയോൺ, നെഗറ്റീവ് അയോൺ, ആനയോൺ. കാറ്റയോൺസ് പോകുന്ന സ്ഥലമാണ് കാഥോഡ്. കാറ്റയോൺസ് കാഥോഡിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നു. കാറ്റയോൺസ് പോണ സ്ഥലമാണ് കാഥോഡ്. ആനയോൺസ് പോണ സ്ഥലമാണ് ആനോഡ്. ഈ ഒരു കാര്യം എപ്പോഴും ഓർത്ത് വെക്കണം കേട്ടോ. എത്ര നാൾ നിങ്ങൾ കെമിസ്ട്രി പഠിക്കണോ അത്ര നാൾ നമ്മൾ ഓർക്കേണ്ട കാര്യമാണിത്. പോസിറ്റീവ് അയോണിനെ കാറ്റയോൺ എന്ന് വിളിക്കും, നെഗറ്റീവ് അയോണിനെ ആനയോൺ എന്ന് വിളിക്കും. കാറ്റയോൺസ് പോകുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ കാറ്റയോൺസ് കാഥോഡിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നു, ആകർഷിക്കപ്പെടുന്നു. ആനയോൺസ് ആനോഡിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ഇനി ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ചു നോക്കാം. എന്താ? Which one of the following ion is attracted towards cathode? കാഥോഡിലേക്ക് ആകർഷിക്കപ്പെടുന്ന അയോൺ. കാഥോഡിലേക്ക് ആകർഷിക്കപ്പെടുന്നത് എപ്പോഴും പോസിറ്റീവ് ചാർജ് ഉള്ള കാറ്റയോൺസ് ആയിരിക്കും. പോസിറ്റീവ് ചാർജ് ഉള്ള കാറ്റയോണുകളാണ് കാഥോഡിലേക്ക് എപ്പോഴും പോവാ. ഓക്കെ, ഇനി കുറച്ച് അയോണുകളുടെ പേര് എന്നിട്ടുണ്ടെന്ന് വായിച്ചു നോക്കാം. ക്ലോറൈഡ് അയോൺ. ക്ലോറൈഡ് അയോൺ എന്ന് പറയുമ്പോൾ തന്നെ ആലോചിക്കുക, Cl- ആണ്. ക്ലോറൈഡ് അയോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? Cl- എന്നാണ് എഴുതാം. ഓക്സൈഡ് അയോൺ. ഓക്സൈഡ് അയോൺ എത്രയാണ്? O2- ആണ്. ഈ ക്ലോറൈഡ്, ഓക്സൈഡ്, ഫ്ലൂറൈഡ് എന്ന് പറഞ്ഞ ഡേ എന്ന് പറഞ്ഞ അവസാനിക്കുന്ന ആൾക്കാർക്കൊക്കെ നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ക്ലോറൈഡ് കണ്ടോ, ഓക്സൈഡ്, ഫ്ലൂറൈഡ് അവർക്കൊക്കെ നെഗറ്റീവ് ചാർജ് ആണ്. O2-. ഫ്ലൂറൈഡ് എന്ന് പറയുമ്പോൾ F-. ഇനി സോഡിയം അയോൺ. സോഡിയം അയോൺ എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ എഴുതാം? Na+. ഇങ്ങനെയാണ് എഴുതാം. പക്ഷെ ഒന്നുകൂടെ വായിച്ചു നോക്കാം. എന്താണ്? കാഥോഡിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്ന അയോൺ ഏത്? നമ്മൾ പറഞ്ഞു ഓൾറെഡി, കാറ്റയോൺസ് ആണ് കാഥോഡിലേക്ക് പോകുന്നത്. കാറ്റയോൺ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ്. തന്നിട്ടുള്ള അയോണിന് പോസിറ്റീവ് ചാർജുള്ള അയോൺ ആകെ ഒരാൾ മാത്രമാണ്. ആരാണത്? നമ്മുടെ Na+ ആണ്. പോസിറ്റീവ് ചാർജുള്ള അയോണായ Na+ ആയിരിക്കും എവിടേക്ക് പോണത്? കാഥോഡിലേക്ക് പോകുന്നത്. ഈ കുറച്ച് കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വയ്ക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് ആൻഡ് അക്വസ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആർ ഇലക്ട്രോലൈസ്ഡ് സെപ്പറേറ്റ്ലി. ഉരുകിയ സോഡിയം ക്ലോറൈഡും സോഡിയം ക്ലോറൈഡ് ലായനിയെയും നമ്മൾ വെവ്വേറെ വൈദ്യുത വിശ്ലേഷണത്തിന് വിധേയമാക്കുന്നു. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് സബ്സ്റ്റൻസ് ഈസ് ഒബ്റ്റെയിൻഡ് അറ്റ് ആനോഡ് ഇൻ ബോത്ത് കേസ്? 2 കേസിലും 2 സാഹചര്യങ്ങളിലും ആനോഡിൽ ലഭിക്കുന്ന പദാർത്ഥം ഇത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ എനർജി ചേഞ്ച് ടേക്കിംഗ് പ്ലേസ് ഇൻ ഇലക്ട്രോളിറ്റിക് സെല്ല്? വൈദ്യുത വിശ്ലേഷണ സെല്ലുകളിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്ത്? നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം കേട്ടോ. എന്താ? വാട്ട് ഈസ് ദ എനർജി ചേഞ്ച് ടേക്കിംഗ് പ്ലേസ് ഇൻ ഇലക്ട്രോളിറ്റിക് സെല്ല്? ഇലക്ട്രോളിറ്റിക് സെല്ലാണോ ഗാൽവനിക് സെല്ലാണോ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ആൻസർ എഴുതാം. 2ൽ നടക്കുന്ന എനർജി ചേഞ്ചും ഡിഫറെൻ്റ് ആണ്. എന്താണ് ഇലക്ട്രോളിറ്റിക് സെല്ല്? അതായത് ഒരു ഇലക്ട്രോളിറ്റിക് സെല്ലിലേക്ക് നമ്മൾ അവിടെ എന്ത് കൊടുക്കും? ഇലക്ട്രിസിറ്റി കൊടുക്കും അല്ലെ? ആ സെല്ലിലേക്ക് നമ്മൾ എന്ത് കടത്തിവിടും? ഇലക്ട്രിസിറ്റി കടത്തിവിട്ടിട്ട് അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കും അല്ലെ? വൈദ്യുതി കടത്തിവിട്ടിട്ട് അവിടെ എന്ത് നടക്കും? ഒരു രാസപ്രവർത്തനം നടക്കും. വൈദ്യുതി കടത്തിവിട്ടതിന്റെ ഫലമായിട്ടാണ് അവിടെ എന്ത് നടക്കുന്നത്? രാസപ്രവർത്തനം നടക്കുന്നത്. അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നതിലൂടെയാണ്, അല്ലെങ്കിൽ പാസ് ചെയ്തതിന്റെ റിസൾട്ട് ആയിട്ടാണ് അവിടെ എന്ത് നടക്കുന്നത്? കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്. സോ അവിടെ നടക്കുന്ന എനർജി ചേഞ്ച് എന്തായിരിക്കും? ഇലക്ട്രിക്കൽ എനർജി അല്ലെങ്കിൽ വൈദ്യുതോർജം. ഇലക്ട്രിക്കൽ എനർജി
കെമിക്കൽ എനർജി ആയിട്ട് മാറും. ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആയിട്ട് മാറും. ഒരു ഇലക്ട്രോളിറ്റിക് സെല്ലിൽ അല്ലെങ്കിൽ വൈദ്യുത വിശ്ലേഷണ സെല്ലിൽ നടക്കുന്ന എനർജി ചേഞ്ച് ആണ് എന്ത്? ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആയിട്ട് മാറുന്നു. വൈദ്യുതോർജം രാസോർജമായിട്ട് ഓക്കെ, ഇത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഗാൽവനിക് സെല്ല് നേരെ തിരിച്ചാണ്, അത് ഓർത്ത് വയ്ക്കാം. ഇനി നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ. വിച്ച് സബ്സ്റ്റൻസ് ഈസ് ഒബ്റ്റെയിൻഡ് അറ്റ് ആനോഡ്? കീവേഡ് എന്താണ്? ആനോഡ്. ആനോഡിൽ ഉണ്ടാകുന്ന സബ്സ്റ്റൻസിന്റെ പേര്, അതായത് മോൾട്ടൺ സോഡിയം ക്ലോറൈഡിൽ കൂടെയും അതുപോലെ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനിൽ കൂടെയും ഇലക്ട്രിസിറ്റി കടത്തി വിടുമ്പോൾ ആനോഡിൽ കിട്ടുന്നത് എന്ത് സബ്സ്റ്റൻസ് ആണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡും ഇലക്ട്രോളിസിസ് ഓഫ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനും എന്താണെന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷം ആൻസർ ചെയ്യാം. ഓക്കെ, നോക്കാം. ആദ്യത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് ആണ് കേട്ടോ. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ ഉരുകിയ സോഡിയം ക്ലോറൈഡിന്റെ ഇലക്ട്രോളിസിസ് ആണ്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഈ ഉരുകിയ സോഡിയം ക്ലോറൈഡിൽ കൂടെ നമ്മൾ ഇലക്ട്രിസിറ്റിനെ കടത്തി വിടണം. ഓക്കെ, മോൾട്ടൺ സോഡിയം ക്ലോറൈഡിൽ കൂടെ ഇലക്ട്രിസിറ്റി കടത്തി വിടണം. എന്തിൽ കൂടെയാണോ ഇലക്ട്രിസിറ്റി കടത്തി വിടേണ്ടത് അതായിരിക്കും നമ്മുടെ ഇലക്ട്രോലൈറ്റ്. ഈ പറയുന്ന ഇലക്ട്രോലൈറ്റിനെ നമ്മൾ എപ്പോഴും ബീക്കറിലാണ് എടുക്കണം. അപ്പൊ നമ്മൾ ആദ്യം ഒരു ബീക്കർ എടുത്തു, അതിലേക്ക് നമ്മുടെ ഉരുകിയ സോഡിയം ക്ലോറൈഡ് എടുത്തു, ഒരു ബാറ്ററി എടുത്തു, ബാറ്ററിയുടെ പോസിറ്റീവായിട്ട് 2 ഇലക്ട്രോഡ് എടുത്തു, ഒരു ഇലക്ട്രോഡിനെ നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്തു, അതിനെ നമ്മൾ ആനോഡ് എന്ന് വിളിച്ചു. ഒരു ഇലക്ട്രോഡിനെ നമ്മൾ ബാറ്ററിയുടെ നെഗറ്റീവായിട്ട് കണക്ട് ചെയ്തു, അതിനെ നമ്മൾ കാഥോഡ് എന്ന് വിളിച്ചു. ഇനി എന്താ? ഇതിൽ കൂടി ഇലക്ട്രിസിറ്റി കടന്നു പോകും. അപ്പൊ എന്താ പറ്റുക? അതായത് ഈ വെള്ളത്തിലുള്ള അതായത് മോൾട്ടൺ സോഡിയം ക്ലോറൈഡിലുള്ള സോഡിയം ക്ലോറൈഡ് എന്ത് ചെയ്യും? സോഡിയം ക്ലോറൈഡിൽ കൂടെ ഇലക്ട്രിസിറ്റി കടന്നു പോകുമ്പോൾ സോഡിയം ക്ലോറൈഡിൽ സോഡിയം ക്ലോറിനും തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇത് Na+ഉം Cl- ആയിട്ട് മാറും. എന്താ പറഞ്ഞേ? മോൾട്ടൺ സോഡിയം ക്ലോറൈഡിൽ കൂടെ ഇലക്ട്രിസിറ്റി കടന്നു പോകുമ്പോൾ സോഡിയം ക്ലോറൈഡിൽ സോഡിയവും ക്ലോറിനും തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഓക്കെ, എന്നിട്ട് സോഡിയവും ക്ലോറിനുമായിട്ട് അവർ മാറും. ആദ്യത്തെ ആൾക്ക് എപ്പോഴും പോസിറ്റീവ് ചാർജ് ആയിരിക്കും, രണ്ടാമത്തെ ആൾക്ക് നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ഇതാണ് നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഈ ചാപ്റ്ററിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾ ആദ്യം ഇങ്ങനെ എഴുതി നോക്കുക. എന്തൊക്കെ അയോണുകളാണ് ഉണ്ടാകുന്നതെന്ന് എഴുതി വെക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? പോസിറ്റീവ് അയോൺ നമ്മൾ എന്താ വിളിക്കുക? കാറ്റയോൺ എന്ന് വിളിക്കും. പോസിറ്റീവ് ആണ് എന്ത് വിളിക്കും? കാറ്റയോൺ എന്ന് വിളിക്കും. നെഗറ്റീവ് ആണ് നമ്മൾ എന്ത് വിളിക്കും? ആനയോൺ എന്ന് വിളിക്കും. പോസിറ്റീവ് അയോണിനെ കാറ്റയോൺ എന്ന് വിളിക്കും, നെഗറ്റീവ് അയോണിനെ ആനയോൺ എന്ന് വിളിക്കും. കാറ്റയോൺസ് പോണ സ്ഥലമാണ് കാഥോഡ്. കാറ്റയോൺസ് എങ്ങോട്ട് പോകും? കാഥോഡിലേക്ക് പോകും. കാറ്റയോൺ പോസിറ്റീവ് ആണ്, അപ്പൊ കാഥോഡിന് എന്ത് ചാർജ് ആയിരിക്കും? നെഗറ്റീവ് ചാർജ് ആയിരിക്കും. മറന്നു പോകരുത്, ഓപ്പോസിറ്റ് ചാർജസ് തമ്മിലാണ് എപ്പോഴും അട്രാക്ഷൻ ഉണ്ടാവുക. ഓപ്പോസിറ്റ് വിപരീത ചാർജുകൾ തമ്മിലാണ് ആകർഷണം ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ നെഗറ്റീവ് അയോണിനെ ആനയോൺ എന്ന് വിളിക്കും. ആനയോൺസ് പോണ സ്ഥലമാണ് ആനോഡ്. ആനയോൺ നെഗറ്റീവ് ചാർജ് ആണ്, സോ ആനോഡിന് എന്ത് ചാർജ് ആയിരിക്കും? പോസിറ്റീവ് ചാർജ് ആയിരിക്കും കേട്ടോ. ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഭാഗത്തു നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഒട്ടും തെറ്റുകൂടാണ്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി ആനോഡിൽ എപ്പോഴും ഓക്സിഡേഷൻ അല്ലെങ്കിൽ ഓക്സീകരണമാണ് നടക്കുന്നത്. ആനോഡിൽ എപ്പോഴും ഓക്സിഡേഷൻ അല്ലെങ്കിൽ ഓക്സീകരണമാണ് നടക്കുന്നത്. കാഥോഡിൽ എപ്പോഴും റിഡക്ഷൻ അല്ലെങ്കിൽ നിരോക്സീകരണമാണ് നടക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആദ്യമേ തന്നെ എഴുതി. ഓക്കെ ആണല്ലോ. ഇനി എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ആനോഡിൽ നടക്കുന്ന വിച്ച് സബ്സ്റ്റൻസ് ഈസ് ഒബ്റ്റെയിൻഡ് അറ്റ് ആനോഡ് ഇൻ ബോത്ത് കേസ്. രണ്ട് കേസിലും ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ അല്ലെങ്കിൽ ആനോഡിൽ എന്ത് സബ്സ്റ്റൻസ് ആണ് ഉണ്ടാവുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ ആദ്യം ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ എഴുതാൻ പോവാണ്. ഓക്കെ, ആനോഡിൽ എന്താ നടക്കാം? ആനോഡിൽ ഓക്സിഡേഷൻ ആണ് നടക്കുക അല്ലേ? അപ്പോൾ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ, ഓക്സിഡേഷൻ റിയാക്ഷൻ്റെ ഇക്വേഷൻ, ഓക്സീകരണത്തിൻ്റെ ഇക്വേഷൻ ആണ് നമ്മൾ എഴുതാനായിട്ട് പോണത്. ഓക്കെ, ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ്റെ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ആനോഡിലേക്ക് പോയിട്ടുള്ള അയോണിൻ്റെ പേരെഴുതാം. ആനോഡിലേക്ക് പോയിട്ടുള്ള ആൾ ആരാണ്? Cl-. ഓക്കെ, അപ്പോൾ നമ്മൾ Cl- ആദ്യം എഴുതി.
ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല കേട്ടോ. നമുക്ക് ജസ്റ്റ് ആനോഡിൽ ഉണ്ടാകുന്ന സബ്സ്റ്റൻസ് ഏതാണെന്ന് മാത്രം എഴുതിയാൽ മതി. ഞാനത് എങ്ങനെ വന്നു എന്നൊന്ന് പറഞ്ഞു തന്നു മാത്രം കേട്ടോ. ആനോഡിലേക്ക് പോയിട്ടുള്ള സാധനം ആരാണ്? ഏതായോണ്ടാണ് ആനോഡിലേക്ക് പോയിട്ടുള്ളത്? Cl-. ഓക്കെ, ഇനി നിങ്ങൾ ആലോചിക്കുക, ഈ Cl- എന്താ സംഭവിക്കുക? ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ? ഓക്സിഡേഷൻ ആണ്, ഓക്സീകരണമാണ് സംഭവിക്കുന്നത്. ഓക്സിഡേഷൻ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ഓക്സീകരണം എന്ന് വെച്ചാൽ എന്താണ്? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുക. Cl- ആണ് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ പോണത്. എത്ര ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും? എത്ര നെഗറ്റീവ് ചാർജ് ഉണ്ടോ അത്രയും ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. Cl- ഒരു നെഗറ്റീവ് ചാർജ് ആണുള്ളത്. സോ Cl- ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. Cl- ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ട് ക്ലോറിൻ ആറ്റമായിട്ട്, അപ്പൊ ആനോഡിൽ ഉണ്ടാകുന്ന ആരാണ്? നമ്മുടെ ക്ലോറിൻ വാതകമാണ് ആനോഡിൽ ഉണ്ടാകുന്നത്. അത് മാത്രം ആൻസറിൽ എഴുതിയാൽ മതി. ഇതെങ്ങനെ വന്നു എന്ന് ടീച്ചർ കാണിച്ചു തന്നത് മാത്രം കേട്ടോ. ഇനി ഇങ്ങനെ എഴുതിയാൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഈ റിയാക്ഷൻ ഒന്ന് ബാലൻസ് ചെയ്യാം. ഓക്കെ, അതായത് ക്ലോറിൻ ഒരു ഡയാറ്റോമിക് മോളിക്യൂൾ ആണ്. അതായത് ക്ലോറിൻ എപ്പോഴും Cl2 എന്ന ഫോമിലാണ് നിൽക്കുക. ഇവിടെ 2 ക്ലോറിൻ ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ സൈഡിൽ എത്ര ക്ലോറിൻ തന്നെ വേണം? 2 ക്ലോറിൻ തന്നെ വേണം. അപ്പോൾ ഞാനിവിടെ എന്ത് എഴുതി? 2Cl- എഴുതി. ഒരു Cl- ഒരു ഇലക്ട്രോണിനെയാണ് വിട്ടുകൊടുക്കുക. അങ്ങനെയാണെങ്കിൽ 2 Cl- എത്ര ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും? 2 ഇലക്ട്രോണിനെ. ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ്? ആനോഡിൽ ഉണ്ടാകുന്ന സബ്സ്റ്റൻസ് ഏത്? അപ്പൊ നമ്മൾ എന്ത് എഴുതും? ക്ലോറിൻ എന്ന് ജസ്റ്റ് എഴുതി വെച്ചാൽ മതി. ഈ റിയാക്ഷൻ ഇക്വേഷൻ എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, റൈറ്റ് ദ ഇക്വേഷൻ ഫോർ ദ ഓക്സിഡേഷൻ, അല്ലെങ്കിൽ ആനോഡിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിന്റെ സമവാക്യം എഴുതുക എന്ന് പറഞ്ഞാൽ മാത്രം ഇങ്ങനെ ഇക്വേഷൻ എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, ഇവിടെ ആനോഡിന്റെ കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ആനോഡിന്റെ മാത്രമല്ല, നമുക്ക് കാഥോഡിന്റെ ഒന്ന് എഴുതി നോക്കാം അല്ലെ. ഓക്കെ, കാഥോഡിൽ എന്താ നടക്കുക? ഇനി കാഥോഡിന്റെ കാര്യം ചോദിച്ചാലോ? ഓക്കെ, അപ്പൊ കാഥോഡിൽ എന്താ നടക്കാന്നുകൂടെ നമുക്കൊന്ന് എഴുതി വെക്കാം. ഓക്കെ, അപ്പൊ കാഥോഡിൽ എന്താ നടക്കുന്നത്? റിഡക്ഷൻ ആണ് നടക്കുക. അപ്പൊ കാഥോഡിൽ നടക്കുന്ന റിയാക്ഷന്റെ ഇക്വേഷൻ ആണ് നമ്മൾ എഴുതാൻ പോണത്. നിരോക്സീകരണത്തിന്റെ അല്ലെങ്കിൽ റിഡക്ഷന്റെ ഇക്വേഷൻ ആണ് എഴുതാൻ പോണത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാൽ ആദ്യം കാഥോഡിലേക്ക് പോയിട്ടുള്ള അയോണിന്റെ പേര് എഴുതാം. കാഥോഡിലേക്ക് പോയിട്ടുള്ള ആളാണ് Na+. ഈ Na+നാണ് റിഡക്ഷൻ സംഭവിക്കുക. എന്താണ് റിഡക്ഷൻ എന്ന് വെച്ചാൽ ഇലക്ട്രോണിനെ വാങ്ങണം. എത്ര ഇലക്ട്രോണിനെ വാങ്ങണം? എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ടോ അത്രയും ഇലക്ട്രോണിനെ വാങ്ങണം. ഇവിടെ Na+ന് ഒരു പോസിറ്റീവ് ചാർജ് ആണുള്ളത്. സോ Na+ ഒരു ഇലക്ട്രോണിനെ വാങ്ങിയിട്ട് സോഡിയം ആറ്റമായിട്ട് മാറും. ഓക്കെ, അപ്പോൾ മോൾട്ടൺ സോഡിയം ക്ലോറൈഡിന്റെ അല്ലെങ്കിൽ ഉരുകിയ സോഡിയം ക്ലോറൈഡിന്റെ വൈദ്യുത വിശ്ലേഷണം നടക്കുമ്പോൾ ആനോഡില് ക്ലോറിൻ വാതകവും കാഥോഡില് സോഡിയവുമാണ് ഉണ്ടാകുന്നത്. ഓക്കെ, ചിലപ്പോൾ നമ്മളോട് ഇക്വേഷൻ ചോദിക്കും. ഇക്വേഷൻ ചോദിച്ചാൽ മാത്രം ഇക്വേഷൻ എഴുതി വയ്ക്കാം. എന്ത് സബ്സ്റ്റൻസ് ആണ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ എന്ത് പദാർത്ഥമാണ് ഉണ്ടാവുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പേര് മാത്രം എഴുതി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്ത നമ്മൾ എന്താ നോക്കണത്? ഇലക്ട്രോളിസിസ് ഓഫ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആണ് കേട്ടോ. സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ, NaCl സൊല്യൂഷൻ അല്ലെങ്കിൽ NaCl ലായനിയുടെ വൈദ്യുത വിശ്ലേഷണമാണ്. ഓക്കെ, അതിനർത്ഥം എന്താ? ഈ NaCl സൊല്യൂഷനിൽ കൂടെയാണ് നമ്മൾ ഇലക്ട്രിസിറ്റി കടത്തി വിടാനായിട്ട് പോകുന്നത്. എന്തിൽ കൂടെയാണോ ഇലക്ട്രിസിറ്റി കടത്തി വിടേണ്ടത് അതാണ് നമ്മുടെ ഇലക്ട്രോലൈറ്റ്. സോ NaCl സൊല്യൂഷൻ അല്ലെങ്കിൽ NaCl ലായനിയാണ് നമ്മുടെ ഇലക്ട്രോലൈറ്റ്. NaCl ലായനി എങ്ങനെ ഉണ്ടാക്കുക? കുറച്ച് വെള്ളം എടുക്കുക, അതിലേക്ക് കുറച്ച് സോഡിയം ക്ലോറൈഡ് ഇടുക, അത് നമ്മൾ നല്ലോണം ഡിസോൾവ് ചെയ്യിക്കുക, ലയിപ്പിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? NaCl ലായനി കിട്ടും. അതിന് നമ്മളൊരു ബീക്കറിൽ എടുത്തു. ഇനി ഒരു ബാറ്ററി എടുത്തു, രണ്ട് ഇലക്ട്രോഡ് എടുത്തു. ഒരു ഇലക്ട്രോഡിനെ നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്തു, ഒരു ഇലക്ട്രോഡിനെ നമ്മൾ ബാറ്ററിയുടെ നെഗറ്റീവായിട്ട് കണക്ട് ചെയ്തു. പോസിറ്റീവായിട്ട് കണക്ട് ചെയ്ത ഇലക്ട്രോഡിനെ നമ്മൾ ആനോഡ് എന്ന് വിളിക്കും, നെഗറ്റീവായിട്ട് കണക്ട് ചെയ്ത ഇലക്ട്രോഡിനെ നമ്മൾ കാഥോഡ് എന്ന് വിളിക്കും. ഇനി ഇതിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇലക്ട്രിസിറ്റി കടത്തിവിടാം. ഇവിടെ നടക്കുന്ന റിയാക്ഷൻ ആണ് നമ്മൾ എഴുതാനായിട്ട് പോണേ. ആദ്യം എന്താ പറ്റുക? ഈ പറയുന്ന സോഡിയം ക്ലോറൈഡിൽ കൂടെ ഇലക്ട്രിസിറ്റി കടത്തി വിടുമ്പോൾ അവിടെയുള്ള ബോണ്ടുകൾ ബ്രേക്ക് ചെയ്തിട്ട് Na+ അയോണും Cl- അയോണുമായിട്ട് മാറും. ഓക്കെ, അതായത് NaCl എന്ന് പറഞ്ഞാൽ NaCl നമ്മൾ വെള്ളത്തിലേക്ക് ഇടുമ്പോൾ തന്നെ അവർ തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്ത് അവിടെ Na+ഉം Cl- ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഓക്കെ, അതായത് നമ്മുടെ NaClനെ വെള്ളത്തിലേക്ക് ഇടുമ്പോൾ തന്നെ Naയും Clഉം തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് അവരെന്തായിട്ട് മാറും? അയോണായിട്ട് മാറും. ഇനി ഇതിൽ കൂടി ഇലക്ട്രിസിറ്റി കടത്തിവിടാണ്. വെള്ളം എന്ന് പറയുമ്പോൾ അവിടെ ആരുണ്ട്? H2O ഉണ്ട് അല്ലേ? NaCl സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അവിടെ ആരുണ്ട്? H2O മോളിക്യൂൾ ഉണ്ട്. H2O നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യണത്. ഒരു ഓക്സിജൻ നടുക്ക്, അപ്പുറത്ത് ഇപ്പുറത്തുമായിട്ട് ഓരോ ഹൈഡ്രജൻ ഉണ്ട്. ഇതാണ് നമ്മുടെ H2O മോളിക്യൂൾ.
ഓക്കെ, ഈ H2O മോളിക്യൂളിൽ കൂടെ തന്മാത്ര H2Oന്റെ തന്മാത്രയിൽ കൂടെ അല്ലെങ്കിൽ H2O മോളിക്യൂളിൽ കൂടെ ഇലക്ട്രിസിറ്റിനെ കടത്തി വിടുമ്പോൾ ഒരു ഓക്സിജനും ഹൈഡ്രജനും തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ആവും. ഓക്കെ, H2Oയിൽ കൂടെ ഇലക്ട്രിസിറ്റി കടത്തി വിടുമ്പോൾ ഒരു ഓക്സിജനും ഹൈഡ്രജനും തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യും. എന്നിട്ട് H പ്ലസ് അയോണും OH മൈനസ് അയോണുമായിട്ട് മനസ്സിലാവുന്നുണ്ട് പറയണത്. നമ്മുടെ H2Oന്റെ തന്മാത്രയിൽ കൂടെ ഇലക്ട്രിസിറ്റി കടന്നു പോകുമ്പോൾ ഒരു ഓക്സിജനും ഹൈഡ്രജനും തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് H പ്ലസ് അയോണും OH മൈനസ് അയോണും ആയിട്ട് മാറും. ഈ പറയുന്ന H പ്ലസ് അയോൺ സ്റ്റേബിൾ അല്ല, അതിന് സ്ഥിരത ഇല്ല. എന്താണ് പറഞ്ഞത്? H പ്ലസ് അയോൺ സ്റ്റേബിൾ അല്ല, അതിന് സ്ഥിരത ഇല്ല. സ്റ്റേബിൾ അല്ല എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അവർക്ക് ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, സ്റ്റേബിൾ അല്ല അല്ലെങ്കിൽ സ്ഥിരത ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവർക്ക് ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് പറ്റില്ല. ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റാത്തവർ എന്ത് ചെയ്യും? ഒരാളെ കൂട്ടുപിടിക്കും. ഈ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റാത്ത H പ്ലസ് അയോണുകൾ സൊല്യൂഷനിൽ തന്നെയുള്ള ബീക്കറിൽ തന്നെയുള്ള H2O മോളിക്യൂളായിട്ട് കമ്പൈൻ ചെയ്യും. ഓക്കെ, H പ്ലസ് അയോണുകൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ബീക്കറിലുള്ള H2Oന്റെ തന്മാത്രകളുമായിട്ട് അവർ കൂടിച്ചേർന്നിട്ട് എന്തായിട്ട് മാറും? നോക്കി, ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ. ആ ഹൈഡ്രജൻ്റെ കൂടെ H പ്ലസ് അയോണിനൂടെ ചേരും. മൊത്തം എത്ര ഹൈഡ്രജൻ ആയപ്പോൾ? 3 ഹൈഡ്രജൻ ആയി. ഓക്കെ, പിന്നെ ആരുണ്ട്? ഓക്സിജൻ ഉണ്ട്. ഈ പറയുന്ന അല്ലെങ്കിൽ ആഡ് ചെയ്ത ഹൈഡ്രജൻ ഒരു പോസിറ്റീവ് ചാർജും കൂടി ഉണ്ട് അല്ലേ? അപ്പോൾ ഈ മോളിക്യൂളിനും എന്ത് കിട്ടും? പോസിറ്റീവ് ചാർജ് കിട്ടും. അപ്പോൾ H3O പ്ലസ് അയോൺ ആയിട്ട് മാറും. ഓക്കെ ആണല്ലോ? H പ്ലസ് അയോൺ സ്റ്റേബിൾ അല്ല, ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അവരാരെ കൂട്ടുവിളിക്കും? ആ ബീക്കറിൽ തന്നെയുള്ള H2O ആയിട്ട് കൂട്ടുപിടിക്കും, അല്ലെങ്കിൽ H2O ആയിട്ട് കൂടിച്ചേർന്നിട്ട് H3O പ്ലസ് അയോൺ ആയിട്ട് മാറും. പറഞ്ഞ ഈ ബീക്കറിൽ ഏതൊക്കെ അയോണുകൾ ഉണ്ട്? Na പ്ലസ് ഉണ്ട്, Cl മൈനസ് ഉണ്ട്, OH മൈനസ് ഉണ്ട്, H3O പ്ലസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് അയോൺ എങ്ങോട്ട് പോകും? കാഥോഡിലേക്ക് പോകും. നെഗറ്റീവ് അയോണുകൾ ആനോഡിലേക്ക് പോകും. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ആനോഡിലും കാഥോഡിലും നടക്കുന്ന റിയാക്ഷൻ നോക്കണം. ആനോഡിലേക്ക് ആരൊക്കെ പോയിട്ടുണ്ട്? ആനോഡിലേക്ക് ആനയോൺസ് ആയിട്ടുള്ള ഈ Cl മൈനസ് അയോണും അതേപോലെ OH മൈനസും എങ്ങോട്ട് പോകും? ആനോഡിലേക്ക് പോകും. ഈ പോയ എല്ലാവർക്കും കൂടെ അവിടെ ഓക്സിഡേഷൻ സംഭവിക്കുമോ? ഇല്ല. ആർക്കാണോ ഓക്സിഡേഷൻ സംഭവിക്കാനുള്ള കഴിവ് കൂടുതൽ അവർക്ക് മാത്രമേ ഓക്സിഡേഷൻ സംഭവിക്കുള്ളൂ. Cl മൈനസും OH മൈനസും കൂടി ആനോഡിലേക്ക് പോയെങ്കിലും അതിൽ ഓക്സീകരണം നടത്താനുള്ള അല്ലെങ്കിൽ ഓക്സിഡേഷൻ നടത്താനുള്ള കഴിവ് കൂടുതൽ Cl മൈനസിനാണ്. സോ Cl മൈനസിന് മാത്രമേ അവിടെ ഓക്സിഡേഷൻ സംഭവിക്കുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ ആദ്യം തന്നെ ആനോഡിലേക്ക് പോയിട്ടുള്ള ഓക്സിഡേഷൻ സംഭവിക്കുന്ന അയോണിൻ്റെ പേരെഴുതി. നിങ്ങൾ ആലോചിക്കുക, ഓക്സിഡേഷൻ വെച്ച് എന്താണ്? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുക. എത്ര ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും? എത്ര നെഗറ്റീവ് ചാർജ് ഉണ്ടോ അത്രയും ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ആണുള്ളത്, അപ്പോൾ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ട് ക്ലോറിൻ ആറ്റമായിട്ട് മാറും. ഇങ്ങനെ എഴുതിയാലും മാർക്ക് കിട്ടും, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ എഴുതാം കേട്ടോ. ഇത് മാത്രം തൽക്കാലം ടീച്ചർ എഴുതുന്നുള്ളൂ. അപ്പോൾ ഇവിടെയും ആനോഡിൽ ഉണ്ടാകുന്നത് ആരാണ്? ക്ലോറിൻ വാതകം തന്നെ ആണ്. ഇനി നമുക്ക് കാഥോഡിലെ റിയാക്ഷനും കൂടെ ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, കാഥോഡിന്റെ റിയാക്ഷൻ ആണ് നമ്മൾ. കാഥോഡിലേക്ക് പോകുന്നത് ആരാണ്? കാറ്റയോൺസ് ആയിട്ടുള്ള Na പ്ലസ് H3O പ്ലസ് പിന്നെ H2O കൂടെ വാട്ടർ മോളിക്യൂളും കൂടെ കാഥോഡിലേക്ക് പോകും കേട്ടോ. ഓക്കെ, ആരൊക്കെ പോകും? Na പ്ലസ് അയോൺ പോകും, H3O പ്ലസ് അയോൺ കൂടെ പോകും, H2O കൂടെ എങ്ങോട്ട് പോകും? കാഥോഡിലേക്ക് പോകും. ഓക്കെ, 3 പേർക്കും കൂടെ അവിടെ റിഡക്ഷൻ അല്ലെങ്കിൽ നിരോക്സീകരണം നടക്കുമോ? ഇല്ല. ആർക്കാണോ റിഡക്ഷൻ നടക്കാനുള്ള അല്ലെങ്കിൽ നിരോക്സീകരണം നടത്താനുള്ള കഴിവ് കൂടുതൽ അവർക്ക് മാത്രമേ റിഡക്ഷൻ നടക്കുകയുള്ളൂ. ഇവരെ 3 പേരെയും കമ്പയർ ചെയ്യുമ്പോൾ H2Oനാണ് റിഡക്ഷൻ നടത്താനുള്ള കഴിവ് കൂടുതൽ. അപ്പോൾ റിഡക്ഷൻ സംഭവിക്കുക ആർക്കാണ്? H2Oക്കാണ് കേട്ടോ. അതിൻ്റെ ഇക്വേഷൻ നോക്കാം. 2 H2O മോളിക്യൂള് 2 ഇലക്ട്രോണിനെ വാങ്ങിയിട്ട് ഒരു ഹൈഡ്രജൻ മോളിക്യൂളും 2 OH മൈനസ് അയോണുമായിട്ട് മാറും. എന്താണ് പറഞ്ഞേ? 2 H2O മോളിക്യൂള് 2 ഇലക്ട്രോണിനെ വാങ്ങിയിട്ട് ഒരു ഹൈഡ്രജൻ മോളിക്യൂളും 2 OH മൈനസ് അയോണുമായിട്ട് മാറും. അപ്പോൾ കാഥോഡിൽ ഉണ്ടാകുന്ന സബ്സ്റ്റൻസ് ഹൈഡ്രജൻ ആണ്. ഓക്കെ, സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ് ലായനിയിലൂടെ ഇലക്ട്രിസിറ്റി കടത്തി വിടുമ്പോൾ കാഥോഡിൽ ഉണ്ടാകുന്നത് ഹൈഡ്രജൻ ആണ്, ആനോഡിൽ ഉണ്ടാകുന്നത് ക്ലോറിൻ ആണ് കേട്ടോ. മാറിപ്പോവാൻ പാടില്ല. ഓക്കെ, ഇക്വേഷൻ ചോദിച്ചാൽ മാത്രം ഇക്വേഷൻ എഴുതാം. ടീച്ചർ ഇവിടെ ജസ്റ്റ് കാണിച്ചു തന്നു മാത്രം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
ഗോൾഡ് ഈസ് കോട്ടഡ് ഓവർ കോപ്പർ സ്പൂൺ. എന്താണ്? ഗോൾഡ് ഈസ് കോട്ടഡ് ഓവർ കോപ്പർ സ്പൂൺ. വൈദ്യുത വിശ്ലേഷണം വഴി കോപ്പർ സ്പൂണില് സ്വർണം പൂശുന്നു. അതായത് ഒരു മെറ്റലിന്റെ മുകളിൽ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് വേറൊരു മെറ്റൽ കോട്ട് ചെയ്യുക, അല്ലെങ്കിൽ വേറൊരു മെറ്റലിന്റെ ആവരണം കൊണ്ടുവരിക, അതിനെ പറയുന്ന പേരാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് അല്ലെങ്കിൽ വൈദ്യുത ലേപനം. എന്താണ് ടീച്ചർ പറഞ്ഞത്? ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് ഒരു മെറ്റലിന്റെ മുകളിൽ വേറൊരു മെറ്റലിനെ കോട്ട് ചെയ്യുന്ന ആ കെമിക്കൽ പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്? ഇലക്ട്രോപ്ലേറ്റിംഗ് അല്ലെങ്കിൽ വൈദ്യുത ലേപനം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദിസ് പ്രോസസ്. ഈ പ്രോസസ് അല്ലെങ്കിൽ ഈ പ്രവർത്തനം, ഈ പ്രക്രിയ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. എന്താണ്? ഇലക്ട്രോപ്ലേറ്റിംഗ്. ഈ പ്രവർത്തനത്തിന് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്? ഇലക്ട്രോപ്ലേറ്റിംഗ്, വൈദ്യുത ലേപനം. വൈദ്യുത ലേപനം അല്ലെങ്കിൽ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്നാണ് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which metal is connected to the positive terminal of the battery? ഓക്കെ, ഗോൾഡിനെ നമ്മൾ കോപ്പർ സ്പൂണിൽ കോട്ട് ചെയ്യാൻ പോവാണ്. ഗോൾഡിന്, അതായത് കോപ്പർ സ്പൂണിന്റെ മുകളിൽ നമ്മൾ ഗോൾഡിന്റെ കോട്ടിങ് കൊണ്ടുവരാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ ആനോഡായിട്ട് എടുക്കേണ്ട പോസിറ്റീവ് ഇലക്ട്രോഡ് അല്ലെങ്കിൽ ആനോഡായിട്ട് എടുക്കേണ്ട മെറ്റൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഫിഗർ വരച്ചു നോക്കാം കേട്ടോ. ഓക്കെ, ഇവിടെ ഇലക്ട്രോളിസിസ് ആണ് നടക്കുന്നത്. അതായത് ഒരു ബീക്കർ വേണം, അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇലക്ട്രോലൈറ്റ് എടുക്കും, പിന്നെ നമുക്കൊരു ബാറ്ററി വേണം. ഇതാണ് ബാറ്ററി. ബാറ്ററിയുടെ വലിയ വര പോസിറ്റീവ്, ചെറിയ വര നെഗറ്റീവ്. ഇനി എന്ത് ചെയ്യണം? ഒരു കോപ്പർ വയർ എടുത്തു, ഒരാളെ നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്തു, അടുത്താളെ നമ്മൾ ബാറ്ററിയുടെ നെഗറ്റീവായിട്ട് കണക്ട് ചെയ്തു. ഒരിക്കലും മറക്കരുത്, എന്തുമ്മയാണോ കോട്ടിങ് കൊണ്ടുവരേണ്ടത്, അല്ലെങ്കിൽ ഏത് മെറ്റലുമ്മയാണോ പൂശേണ്ടത്, അല്ലെങ്കിൽ ഏത് മെറ്റലുമ്മയാണോ ആവരണം കൊണ്ടുവരേണ്ടത്, ഏത് മെറ്റലുമ്മയാണോ കോട്ടിങ് കൊണ്ടുവരേണ്ടത്, അല്ലെങ്കിൽ ഏത് മെറ്റലുമ്മയാണോ ആവരണം കൊണ്ടുവരേണ്ടത്, അതിനെയാണ് നമ്മൾ കാഥോഡായിട്ട് എടുക്കണം. ഓക്കെ, മറ്റാള് ആനോഡ്. ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഏത് മെറ്റലുമ്മയാണോ കോട്ടിങ് കൊണ്ടുവരേണ്ടത്, അല്ലെങ്കിൽ ഏത് മെറ്റലുമ്മയാണോ ആവരണം കൊണ്ടുവരേണ്ടത്, അതിനെ നമ്മൾ കാഥോഡായിട്ട് എടുക്കണം. ഇവിടെ നോക്കിയേ, ഗോൾഡ് ഈസ് കോട്ടഡ് ഓവർ കോപ്പർ സ്പൂൺ. കോപ്പർ സ്പൂണിന്റെ മുകളില് ഗോൾഡിന്റെ ആവരണം കൊണ്ടുവരണം. ഏത് മെറ്റലുമേ കോട്ടിങ് കൊണ്ടുവരേണ്ടത്? കോപ്പർ സ്പൂണുമയാണ്. അപ്പൊ കോപ്പർ സ്പൂൺ ആണ്. സ്പൂൺ ഇത്രക്ക് വരയ്ക്കാൻ അറിഞ്ഞൂടാട്ടാ, ജസ്റ്റ് ഇങ്ങനെ. കോപ്പർ സ്പൂൺ ആണ് നമ്മുടെ കാഥോഡ്. കോപ്പറുമയാണ് കോട്ടിങ് കൊണ്ടുവരേണ്ടത് അല്ലെ. അപ്പൊ കോപ്പർ സ്പൂൺ ആണ് നമ്മുടെ കാഥോഡ്. എന്തുപയോഗിച്ചിട്ടാണോ കോട്ടിങ് കൊണ്ടുവരേണ്ടത് അതാണ് നമ്മുടെ ആനോഡ്. ഗോൾഡ് ഉപയോഗിച്ചിട്ടല്ലേ കോട്ടിങ് കൊണ്ടുവരേണ്ടത്. അപ്പൊ ഗോൾഡ് നമ്മുടെ ആനോഡ്, കോപ്പർ സ്പൂൺ നമ്മുടെ കാഥോഡ്. ഓക്കെ ആണല്ലോ. ഗോൾഡ് നമ്മുടെ ആനോഡ്, കോപ്പർ സ്പൂൺ നമ്മുടെ കാഥോഡ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ബി ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിച്ച് മെറ്റൽ ഈസ് കണക്റ്റഡ് ടു ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി? ബാറ്ററിയുടെ പോസിറ്റീവ് ധ്രുവമായി ബന്ധിപ്പിക്കുന്ന ലോഹം ഏത്? അതായത് ആനോഡായിട്ട് എടുത്തിട്ടുള്ളത് ആരാണ്? ഗോൾഡ് കേട്ടോ. ഏത് മെറ്റൽ ഉപയോഗിച്ചിട്ടാണോ കോട്ടിങ് കൊണ്ടുവരേണ്ടത് അത് ആനോഡ്. ഏത് മെറ്റലുമാണോ കോട്ടിങ് കൊണ്ടുവരേണ്ടത് അത് കാഥോഡ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, വിച്ച് ഈസ് ദ ഇലക്ട്രോലൈറ്റ് യൂസ്ഡ്? ഇവിടെ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റിന്റെ പേര് നോക്കിയടാ. ആനോഡായിട്ട് എടുത്തിട്ടുള്ള മെറ്റൽ ഏതാണോ അതിന്റെ സോൾട്ട് സൊല്യൂഷൻ ആണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കുക. ഓക്കെ, ആനോഡായിട്ട് എടുത്തിട്ടുള്ള ലോഹത്തിന്റെ ലവണ ലായനിയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കേണ്ടത്. ഇവിടെ ആനോഡ് ഗോൾഡ് ആണ്. ഗോൾഡിന്റെ ലായനി എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ എടുക്കുന്നത് ഗോൾഡ് സൈനൈഡിന്റെയും സോഡിയം സൈനൈഡിന്റെയും മിക്സ്ചർ ആണ് കേട്ടോ. ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കുന്നത് ഗോൾഡ് സൈനൈഡിന്റെയും സോഡിയം സൈനൈഡിന്റെയും മിക്സ്ചർ ആണ് നമ്മളിവിടെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The given diagram represents a galvanic cell. ഒരു galvanic cellന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. Order of reactivity, iron is more than copper. അയണിന് കോപ്പറിനേക്കാളും റിയാക്ടിവിറ്റി കൂടുതലാണ്. Identify metal A and B. A ഏത്, B എന്ന് സെലക്ട് ചെയ്യുക. എളുപ്പമാണ്. നോക്കി, നമ്മൾ ഗാൽവനിക് സെല്ലിന്റെ കേസിൽ പഠിച്ചിട്ടുണ്ട്. ഓരോ മെറ്റലുകളും അതിന്റെ തന്നെ സൊല്യൂഷനിലാണ് നമ്മൾ ഡിപ്പ് ചെയ്ത് വെക്കുക. ഇവിടെ നോക്കിയേ, FeSO4 സൊല്യൂഷൻ അല്ലെങ്കിൽ FeSO4 ലായനിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. FeSO4 ലായനിയാണ് കൊടുത്തിട്ടുള്ളത്. FeSO4 ലായനിയിൽ Feനെ നമ്മൾ ഡിപ്പ് ചെയ്ത് വെക്കേണ്ടത് കേട്ടോ.
ഏത് മെറ്റലിന്റെ സൊല്യൂഷൻ ആണോ അതേ മെറ്റലാണ് അതിൽ ഡിപ്പ് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ Fe ആണ്. അപ്പൊ എന്തായിരിക്കും? Fe ആയിരിക്കും. ഓക്കെ, സൊല്യൂഷനിലുള്ള മെറ്റൽ ഏതാണോ അതേ മെറ്റൽ തന്നെയാണ് നമ്മളവിടെ ഇറക്കി വെക്കുക കേട്ടോ. അടുത്ത നോക്കി കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആണ്. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഏത് മെറ്റലായിരിക്കും നമ്മൾ ഡിപ്പ് ചെയ്ത് വെക്കുക? കോപ്പർ ആയിരിക്കും. ഓക്കെ, ബി എന്ന് പറയുന്നത് കോപ്പർ ആണ്. എ എന്ന് പറഞ്ഞ മെറ്റല് Fe ആണ്, ബി എന്ന് പറഞ്ഞ മെറ്റല് കോപ്പർ ആണ്. അതെങ്ങനെ മനസ്സിലാക്കി? ഓരോ മെറ്റലും അതിന്റെ തന്നെ സൊല്യൂഷൻ അല്ലെങ്കിൽ അതിന്റെ തന്നെ ലവണ ലായനിയിലാണ് ഡിപ്പ് ചെയ്ത് വെക്കുക. അപ്പോൾ FeSO4 സൊല്യൂഷൻ അല്ലെങ്കിൽ FeSO4 ലായനിയിൽ വെക്കുന്നത് Fe എന്ന മെറ്റലാണ്. CuSO4 സൊല്യൂഷൻ അല്ലെങ്കിൽ CuSO4 ലായനിയിൽ വെക്കുന്നത് Cu എന്ന മെറ്റലാണ്. അത്രേ ഉള്ളൂ. നോക്കാം. അപ്പോൾ എയും ബിയും നമ്മൾ കണ്ടുപിടിച്ചു. വിച്ച് മെറ്റൽ ആക്ട് ആസ് ദ ആനോഡ്? ആനോഡായിട്ട് ഉപയോഗിക്കുന്ന, ആനോഡായിട്ട് ആക്ട് ചെയ്യുന്ന മെറ്റൽ അല്ലെങ്കിൽ ലോഹം ഏത്? എപ്പോഴും റിയാക്ടിവിറ്റി കൂടുതലുള്ള ആളാണ് ആനോഡായിട്ട് ആക്ട് ചെയ്യുക. Feനെയും കോപ്പറിനെയും കൺസിഡർ ചെയ്യുമ്പോൾ Feക്കാണ് റിയാക്ടിവിറ്റി അല്ലെങ്കിൽ ക്രിയാശീലം കൂടുതൽ. അപ്പൊ ഇവിടെ ആനോഡായിട്ട് എടുക്കേണ്ടത് ആരെയാണ്? Feനെയാണ് കേട്ടോ. റിയാക്ടിവിറ്റി കൂടുതലുള്ള അയേൺ അല്ലെങ്കിൽ Feനെയാണ് നമ്മൾ, ക്രിയാശീലം കൂടുതലുള്ള Feനെയാണ് നമ്മൾ ആനോഡായിട്ട് സെലക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കാം. Write down the equation showing the reduction reaction taking place in the cell. ഇവിടെ നടക്കുന്ന റിഡക്ഷന്റെ ഇക്വേഷൻ എഴുതാം. റിഡക്ഷന്റെ ഇക്വേഷൻ, നിരോക്സീകരണത്തിന്റെ ഇക്വേഷൻ എഴുതാം. ഓക്കെ, റിഡക്ഷൻ അല്ലെങ്കിൽ നിരോക്സീകരണം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കാഥോഡായിട്ട് എടുത്തിട്ടുള്ള സൊല്യൂഷനിലുള്ള പോസിറ്റീവ് അയോണുകൾക്കാണ് റിഡക്ഷൻ സംഭവിക്കുന്നത്. കാഥോഡ്. ഓക്കെ, ആ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലുള്ള പോസിറ്റീവ് അയോൺ ആണ് Cu2+ അയോൺ. അപ്പൊ ഈ Cu2+ അയോണിനാണ് റിഡക്ഷൻ സംഭവിക്കുന്നത്, നിരോക്സീകരണം സംഭവിക്കുന്നത്. അപ്പോൾ റിഡക്ഷൻ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാൽ ആദ്യം റിഡക്ഷൻ സംഭവിക്കുന്ന അയോണിന്റെ പേരെഴുതണം. ഏതാണത്? Cu2+. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, റിഡക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇലക്ട്രോണിനെ വാങ്ങാം. എത്ര ഇലക്ട്രോണിനെ വാങ്ങും? എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ടോ അത്രയും ഇലക്ട്രോണിനെ വാങ്ങും. ഇവിടെ 2 പോസിറ്റീവ് ചാർജ് അല്ലേ ഉള്ളേ. അപ്പൊ ഇവര് 2 ഇലക്ട്രോണിനെ വാങ്ങിയിട്ട് കോപ്പർ ആറ്റമായിട്ട് മാറും. ആറ്റം എന്ന് പറയുമ്പോൾ ഓർക്കുക, മുകളിലുള്ള നമ്പർ 0 ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ റിഡക്ഷൻ ഇക്വേഷൻ. എപ്പോഴും ഓർത്തു വയ്ക്കുക, കാഥോഡായിട്ട് എടുത്തിട്ടുള്ള സൊല്യൂഷനിലുള്ള പോസിറ്റീവ് അയോണുകൾക്കാണ് റിഡക്ഷൻ സംഭവിക്കുന്നത്. ഇനി അടുത്തത്, റൈറ്റ് ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസ് എവിടെ നിന്ന് എവിടേക്കാണ് പോവുക? ഇലക്ട്രോൺസ് എപ്പോഴും ആനോഡിൽ നിന്ന് കാഥോഡിലേക്കാണ് കേട്ടോ. ആനോഡിൽ നിന്ന് കാഥോഡിലേക്കാണ് എപ്പോഴും ഇലക്ട്രോൺസ് പോകുന്നത്. അത് മറന്നു പോകാനായിട്ട് പാടില്ല കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അനലൈസ് ദ പിക്ചർ ആൻഡ് ആൻസർ ദ ഫോളോയിങ്. ചിത്രം വിശകലനം ചെയ്ത് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓക്കെ, ഫിഗർ അവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കാം. വിച്ച് സൊല്യൂഷൻ ഈസ് യൂസ്ഡ് ആസ് ദ ഇലക്ട്രോലൈറ്റ്. അതിന് മുമ്പ് ഫിഗർ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തേ, ഇതിൽ എന്തൊക്കെയുണ്ട് നോക്കിയേ. ഒരു ബാറ്ററി ഉണ്ട്, പോസിറ്റീവ് ടെർമിനൽ നെഗറ്റീവ് ടെർമിനൽ. ഒരു ഇലക്ട്രോഡ്, ഒരു കോപ്പർ റോഡ് ബാറ്ററിയുടെ പോസിറ്റീവ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കണു. ഒരു അയൺ ബാങ്കിൾ ബാറ്ററിയുടെ നെഗറ്റീവ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കണു. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇലക്ട്രോലൈറ്റ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് സൊല്യൂഷൻ ഈസ് യൂസ്ഡ് ആസ് ദ ഇലക്ട്രോലൈറ്റ്. ഇവിടെ യൂസ് ചെയ്ത ഇലക്ട്രോലൈറ്റ് ആരാണ്? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ബീക്കറിൽ എടുത്തിട്ടുള്ള സൊല്യൂഷൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആണ് നമ്മുടെ ഇലക്ട്രോലൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് കാഥോഡ് ഓഫ് ദി സെൽ. ഇവിടെ കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ. എന്തിന്റെ ഫിഗർ ആണത്? ഇലക്ട്രോപ്ലേറ്റിംഗ് അല്ലെങ്കിൽ വൈദ്യുത ലേപനത്തിന്റെ ഫിഗർ ആണ് അല്ലെ. നോക്കിയേ, ഇവിടെ അയൺ ബാങ്കിളുമാണ് നമ്മൾ കോട്ടിങ് കൊണ്ടുവരേണ്ടത് അല്ലെങ്കിൽ പൂഷ് ചെയ്യേണ്ടത്. അയൺ ബാങ്കിളുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കോപ്പർ കോട്ട് ചെയ്യണം അല്ലെ. അയൺ ബാങ്കിളുമ്പോൾ കോപ്പർ പൂശണം. അപ്പോൾ അയൺ ബാങ്കിൾ നമ്മുടെ ബാറ്ററിയുടെ നെഗറ്റീവ് ആയിട്ട് കണക്ട് ചെയ്തു. ഒരു കോപ്പർ ഇലക്ട്രോഡ് എടുത്തിട്ട് ബാറ്ററിയുടെ പോസിറ്റീവ് ആയിട്ട് കണക്ട് ചെയ്തു. ആനോഡ് ആയിട്ട് എടുത്തിട്ടുള്ള കോപ്പറിന്റെ സൊല്യൂഷൻ അല്ലെങ്കിൽ ലായനി നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുത്തു. ഓക്കെ, അപ്പൊ ഇവിടെ കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. നമുക്ക് ആനോഡിലെ റിയാക്ഷനും കാഥോഡിലെ റിയാക്ഷനും എഴുതി നോക്കാം. ആനോഡിൽ എന്താ നടക്കുക? ആനോഡില് ഓക്സിഡേഷൻ ആണ് സംഭവിക്കുന്നത്. ഇവിടെ ആനോഡായിട്ട് എടുത്തിട്ടുള്ള കോപ്പർ അല്ലെ. ഈ കോപ്പർ ഇലക്ട്രോഡിൽ ഒരുപാട് കോപ്പറിന്റെ ആറ്റങ്ങളുണ്ട്. ഈ കോപ്പറിന്റെ ആറ്റങ്ങൾക്കാണ് ഓക്സിഡേഷൻ അല്ലെങ്കിൽ ഓക്സീകരണം സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ കോപ്പറിന്റെ ആറ്റം എന്നുള്ളത് കൊണ്ടാണ് മുകളിൽ നമ്മൾ
ഓക്സിഡേഷൻ നമ്പർ 0 എഴുതി. ഈ ആറ്റം എന്ത് ചെയ്യാൻ പോവാണ്? ഇലക്ട്രോണിന് വിട്ടുകൊടുക്കാൻ പോവാണ്. ഓക്സിഡേഷൻ എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഓക്സീകരണം എന്ന് വെച്ചാൽ എന്താണ്? ഇലക്ട്രോണിന് വിട്ടുകൊടുക്കുന്ന പ്രോസസ്സിനെയാണ് ഓക്സിഡേഷൻ അല്ലെങ്കിൽ ഓക്സീകരണം എന്ന് പറയുന്നത്. അപ്പൊ ഈ കോപ്പറിന്റെ ആറ്റങ്ങൾ ഇലക്ട്രോണിന് വിട്ടുകൊടുക്കാൻ പോവാണ്. എത്ര ഇലക്ട്രോണിന് വിട്ടുകൊടുക്കും? നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കോപ്പർ, സിങ്ക്, മെഗ്നീഷ്യം, അയൺ ഇവരൊക്കെ 2 ഇലക്ട്രോണിന് കൊടുക്കും, അതുപോലെ 2 ഇലക്ട്രോണിനെ വാങ്ങും. അപ്പൊ ഈ കോപ്പറിന്റെ ആറ്റങ്ങള് 2 ഇലക്ട്രോണിന് വിട്ടുകൊടുത്തിട്ട് Cu2+ അയോണുകളായിട്ട് മാറും. ഓക്കെ, ഈ Cu2+ അയോണുകൾ എങ്ങോട്ട് വരും? സൊല്യൂഷനിലേക്ക് വരും. ഈ Cu2+ അയോണുകൾ എങ്ങോട്ട് വരും? സൊല്യൂഷനിലേക്ക് വരും. ആ വിട്ടുകൊടുത്ത ഇലക്ട്രോൺസ് കാഥോഡായിട്ടുള്ള അയൺ ബാൻഡിന്റെ അടുത്തേക്ക് എത്തും. ഇനി കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ. ഓക്കെ, കാഥോഡിൽ എന്താ നടക്കുക? റിഡക്ഷൻ അല്ലെങ്കിൽ നിരോക്സീകരണമാണ് നടക്കുന്നത്. ഈ പോസിറ്റീവ് അയോൺ ഈ കാഥോഡിന്റെ അടുത്തേക്ക് പോകും. Cu2+ അയോൺ, ഈ പോസിറ്റീവ് ചാർജുള്ള Cu2+ അയോണ് കാഥോഡിന്റെ അടുത്തേക്ക് പോകും. ഈ Cu2+ അയോണുകൾക്കാണ് റിഡക്ഷൻ സംഭവിക്കുക. നിങ്ങൾ ആലോചിക്കുക, റിഡക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇലക്ട്രോണിനെ വാങ്ങാം. നിരോക്സീകരണം എന്ന് വെച്ചാൽ എന്താണ്? ഇലക്ട്രോണിനെ വാങ്ങാം. എത്ര ഇലക്ട്രോണിനെ വാങ്ങും? എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ടോ അത്രയും ഇലക്ട്രോണിനെ വാങ്ങിയിട്ട് കോപ്പർ ആറ്റമായിട്ട് മാറും. ഈ കോപ്പർ ആറ്റം അയൺ ബാങ്കുകളും ഡെപ്പോസിറ്റ് ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇലക്ട്രോപ്ലേറ്റിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കാറുണ്ട്. ആനോഡ് ഏത്, കാഥോഡ് ഏത്, ഇലക്ട്രോലൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അനലൈസ് ദ പിക്ചർ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഈ ഫിഗർ നോക്കിയിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. നോക്കിയേ, ഒരു 3 ബീക്കറുകളുണ്ട്. 3 ബീക്കറിൽ ഒരെണ്ണത്തിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, അടുത്തേലും കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, അതായത് 3 ബീക്കറുകളിലും കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആണ് എടുത്തിട്ടുള്ളത്. ഒരെണ്ണത്തിൽ കോപ്പർ റോഡാണ് ഇറക്കി വെച്ചേക്കുന്നത്, മറ്റേതിൽ അയൺ റോഡാണ് ഇറക്കി വെച്ചിട്ടുള്ളത്, അടുത്തതിൽ സിൽവർ റോഡാണ് ഇറക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ 3 ബീക്കറിൽ സെയിം സൊല്യൂഷൻ, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ സെയിം എമൗണ്ട് ഒരേ അളവിലാണ് എടുത്തിട്ടുള്ളത്. 3ലും 3 ഇലക്ട്രോഡുകൾ ഇറക്കി വെച്ചിട്ടുണ്ട്. വിച്ച് അയോൺ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ കളർ ഓഫ് ദ സൊല്യൂഷൻ? കോപ്പർ സൾഫേറ്റിന് ബ്ലൂ കളറാണ്. ആ ബ്ലൂ കളറിന് കാരണം അതിലുള്ള Cu2+ അയോണുകളാണ് കേട്ടോ. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷന്റെ, കോപ്പർ സൾഫേറ്റ് ലായനിയുടെ നീല നിറത്തിന് കാരണം ആ സൊല്യൂഷനിലുള്ള Cu2+ അയോണുകളാണ്. Cu2+ അയോണുകൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നീല കളർ നമുക്ക് എഴുതി വയ്ക്കാനായിട്ട് പറ്റും. നോക്കാം. അടുത്തത്, ഇൻ വിച്ച് ബീക്കർ ഡസ് ദ കളർ ചേഞ്ച് ഒക്കർ? ഇതിൽ ഏത് ബീക്കറിലാണ് നിറവ്യത്യാസം സംഭവിക്കുന്നത്? നോക്കിയടാ, ഒരു മെറ്റലിന്റെ സൊല്യൂഷനിൽ വേറെ മെറ്റൽ ഇറക്കി വെച്ചേക്കാണ്. ഇവിടെ നിറവ്യത്യാസം സംഭവിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ അതിനർത്ഥം എന്താ? അവരെന്ത് ഉദ്ദേശിക്കണേ? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അല്ലെങ്കിൽ ആദേശ രാസപ്രവർത്തനം അവിടെ നടന്നിട്ടുണ്ടോ എന്നാണ് ചോദ്യം. എന്താണ് ടീച്ചർ പറഞ്ഞത്? ഒരു മെറ്റലിന്റെ സൊല്യൂഷനിൽ വേറെ മെറ്റൽ ഇറക്കി വെച്ചേക്കാണ്. എന്നിട്ട് നമ്മളോട് ചോദിച്ചേക്കാണ് ഇവിടെ നിറവ്യത്യാസം ഉണ്ടാകുന്നുണ്ടോ, കളർ വ്യത്യാസം, കളർ ചേഞ്ച് സംഭവിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ അവിടെ എന്ത് ഉദ്ദേശിക്കണേ? ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അല്ലെങ്കിൽ ആദേശ രാസപ്രവർത്തനം നടന്നിട്ടുണ്ടോ എന്നാണ് ചോദ്യം. എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇൻഡയറക്റ്റ് ആയിട്ട് അവർ ഉദ്ദേശിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അല്ലെങ്കിൽ ആദേശ രാസപ്രവർത്തനം നടക്കണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. സൊല്യൂഷനിലുള്ള മെറ്റലിന്, സൊല്യൂഷനിലുള്ള ലായനിയിലുള്ള ലോഹത്തിന് റിയാക്ടിവിറ്റി അല്ലെങ്കിൽ ക്രിയാശീലം കുറവായിരിക്കണം. സൊല്യൂഷനിലുള്ള മെറ്റലിന് റിയാക്ടിവിറ്റി അല്ലെങ്കിൽ ക്രിയാശീലം കുറവായിരിക്കണം. ഇറക്കി വെച്ചിട്ടുള്ള മെറ്റലിന് ക്രിയാശീലം കൂടുതലായിരിക്കണം. എങ്കിൽ മാത്രമേ അവിടെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അല്ലെങ്കിൽ ആദേശ രാസപ്രവർത്തനം നടക്കുള്ളൂ. ആദ്യത്തെ നോക്കി, സൊല്യൂഷനിലുള്ള മെറ്റൽ കോപ്പർ ആണ്, ഇറക്കി വെച്ചേക്കുന്ന മെറ്റലും കോപ്പർ ആണ്. രണ്ടും സെയിം മെറ്റലാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കും? ഇല്ല. അടുത്തേക്ക് നോക്കാം. സൊല്യൂഷനിലുള്ള മെറ്റൽ കോപ്പർ ആണ്, ഇറക്കി വെച്ചിട്ടുള്ള മെറ്റൽ അയൺ ആണ്. ഇനി കോപ്പറിനേക്കാളും റിയാക്ടിവിറ്റി അയണിന് കൂടുതലാണ് അല്ലെ? സോ ഇവിടെ എന്തായാലും റിയാക്ഷൻ നടക്കും. ഓക്കെ, അടുത്ത നോക്കാം. സൊല്യൂഷനിലുള്ള മെറ്റൽ കോപ്പർ ആണ്, ഇറക്കി വെച്ചിട്ടുള്ള മെറ്റൽ സിൽവർ ആണ്. സിൽവറിന് കോപ്പറിനേക്കാളും റിയാക്ടിവിറ്റി അല്ലെങ്കിൽ ക്രിയാശീലം കുറവാണ്. സോ ഇവിടെ റിയാക്ഷൻ നടക്കില്ല. നടുക്കത്തിൽ മാത്രം റിയാക്ഷൻ നടക്കുള്ളൂ കേട്ടോ. അടുത്തത് നോക്കാം. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷൻ കോസസ് ദ കളർ ചേഞ്ച്. ഓക്കെ, അപ്പോൾ ഈ നിറവ്യത്യാസത്തിന് കാരണമായ റിയാക്ഷന്റെ ഇക്വേഷൻ എഴുതുക. നിറവ്യത്യാസത്തിന് കാരണമായ രാസപ്രവർത്തനത്തിന്റെ ഇക്വേഷൻ എഴുതുക. അതായത് ഇവിടെ നടക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അല്ലെങ്കിൽ ആദേശ രാസപ്രവർത്തനത്തിന്റെ സമവാക്യം എഴുതാനാണ് ക്വസ്റ്റ്യൻ. ഇവിടെ മാത്രമേ ബി എന്ന ബീക്കറിൽ മാത്രമേ ആദേശ രാസപ്രവർത്തനം നടക്കുള്ളൂ. ഓക്കെ,
അപ്പൊ ആദേശ രാസപ്രവർത്തനത്തിന്റെ സമവാക്യം എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഇറക്കി വെച്ചിട്ടുള്ള മെറ്റലിന്റെ പേര് എഴുതാൻ. എന്താ? Fe പ്ലസ് എന്നിട്ട് ആ സൊല്യൂഷൻ എഴുതാം. ഏതാണത്? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ഓക്കെ, അവർ തമ്മിലാണ് റിയാക്ട് ചെയ്യുന്നത്. എന്താ ചെയ്യാ? ഗിവ്സ് എന്ന സൈൻ. ഓക്കെ, എന്താണ്? ആദ്യം ഇറക്കി വെച്ചിട്ടുള്ള മെറ്റലിന്റെ പേര് എഴുതി, പിന്നെ സൊല്യൂഷന്റെ പേരെഴുതി, ഇറക്കി വെച്ചിട്ടുള്ള മെറ്റലിന്റെ പേരെഴുതി, സൊല്യൂഷന്റെ പേരെഴുതി. ഓക്കെ, എന്താ? ഇതിലെ റിയാക്ടിവിറ്റി കൂടുതലുള്ള മെറ്റല്, റിയാക്ടിവിറ്റി കുറവുള്ള ഈ കോപ്പറിനെ അതിന്റെ സൊല്യൂഷൻ എടുത്ത് മാറ്റും, പകരം ഈ മെറ്റൽ ഉപയോഗിക്കും. ആദേശ രാസപ്രവർത്തനം എന്ന് വെച്ചാൽ എന്താണ്? ക്രിയാശീലം കൂടുതലുള്ള ലോഹം ക്രിയാശീലം കുറവുള്ള ലോഹത്തിനെ അതിന്റെ ലായനിന്ന് എടുത്ത് മാറ്റിയിട്ട് അങ്ങോട്ട് അവിടെ കയറിയിരിക്കും. ഇവിടെ റിയാക്ടിവിറ്റി കൂടുതലുള്ള അയൺ, റിയാക്ടിവിറ്റി കുറവുള്ള കോപ്പറിന് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുത്ത് മാറ്റിയിട്ട് കോപ്പർ ഇരുന്ന സ്ഥലത്ത് ആര് കയറിയിരിക്കും? അയൺ കയറിയിരിക്കും. അപ്പൊ എങ്ങനെയാ വരാ? ഈ CuSO4 എന്നുള്ളത് FeSO4 ആവും. കോപ്പർ ഇരുന്ന സ്ഥലത്ത് അയൺ കയറിയിരിക്കും, കോപ്പറിനടുത്ത് മാറ്റും. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. വേണമെങ്കിൽ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ 0 എന്ന് എഴുതി വെക്കാം. നെക്സ്റ്റ് എഴുതി വെച്ചില്ലെങ്കിലും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Different galvanic cells constructed using this metal, copper, iron and silver, which metal act as only as cathode. എന്താണ്? Different galvanic cells are constructed using this metals, copper, iron and silver. കോപ്പറും അയണും സിൽവറും ഉപയോഗിച്ചിട്ട് നമ്മൾ പല ഗാൽവനിക് സെല്ല് കൺസ്ട്രക്ട് ചെയ്യാണ്. ഇതില് കാഥോഡായിട്ട് എടുക്കുന്ന, എപ്പോഴും കാഥോഡായിട്ട് മാത്രം എടുക്കുന്ന ആളെ ഇത് നോക്കിയേ, ഏറ്റവും റിയാക്ടിവിറ്റി കുറവുള്ള ആളെ നമുക്ക് കാഥോഡായിട്ട് മാത്രം ഉപയോഗിക്കാനേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു, ഒരു ഗാൽവനിക് സെൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ റിയാക്ടിവിറ്റി കൂടുതലുള്ള ആളായിരിക്കണം ആനോഡ്, റിയാക്ടിവിറ്റി കുറവുള്ള ആളായിരിക്കണം കാഥോഡ്. അപ്പൊ നോക്കിയേ, നമ്മൾ കോപ്പറും അയണും വെച്ചിട്ടാണ് ഗാൽവനിക് സെല്ല് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ കോപ്പർ കാഥോഡായിട്ട് എടുക്കും, അയൺ ആനോഡായിട്ട് എടുക്കും. ഇനി നമ്മൾ ഗാൽവനിക് സെൽ ഉണ്ടാക്കുന്നത് കോപ്പറിനെയും സിൽവറിനെയും വെച്ചിട്ടാണെങ്കിൽ കോപ്പർ ആനോഡാവും, സിൽവർ കാഥോഡാവും. ഇനി ഗാൽവനിക് സെൽ ഉണ്ടാക്കുന്നത് അയണും സിൽവറും വെച്ചിട്ടാണെങ്കിൽ അയൺ ആനോഡാവും, സിൽവർ കാഥോഡാവും. എല്ലാ കേസിലും കാഥോഡായിട്ട് മാത്രം ഉപയോഗിക്കുന്നത് നമ്മുടെ ഏറ്റവും റിയാക്ടിവിറ്റി കുറവുള്ള സിൽവറിനെയാണ് കേട്ടോ. ഓക്കെ, എപ്പോഴും ആലോചിക്കുക, റിയാക്ടിവിറ്റി കുറവുള്ള ആളാണ് കാഥോഡ്, റിയാക്ടിവിറ്റി കൂടുതലുള്ള ആളെയാണ് നമ്മൾ ആനോഡായിട്ട് എടുക്കേണ്ടത്. ക്രിയാശീലം കുറവുള്ള ലോഹത്തിനെ കാഥോഡായിട്ടും ക്രിയാശീലം കൂടുതലുള്ള ലോഹത്തിനെ ആനോഡായിട്ടും നമ്മൾ എടുക്കും. ആദ്യത്തെ കേസിൽ കോപ്പറും അയണും വരുമ്പോൾ കോപ്പറിന് ക്രിയാശീലം കുറവാണ്, സോ കോപ്പർ കാഥോഡായിട്ട് വരും, അയൺ ആനോഡായിട്ട് വരും. ഇനി കോപ്പറും സിൽവറും ആണ് എടുക്കണതെങ്കിൽ കോപ്പർ ആനോഡ്, സിൽവർ കാഥോഡ്. ഇനി അയണും സിൽവറും ആണ് എടുക്കണതെങ്കിൽ അയൺ ആനോഡ്, സിൽവർ കാഥോഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which metal among the following vigorously react with dilute HCl? ഓക്കെ, നേർപ്പിച്ച HCl-ഉമായിട്ട് തീവ്രമായി പ്രവർത്തിക്കുന്ന ലോഹം ഏത്? നമുക്കറിയാം, നമ്മുടെ മെഗ്നീഷ്യം ആണ് കേട്ടോ. ഡയലൂട്ട് HCl ആയിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ വിഗറസ് ആയിട്ട് റിയാക്ട് ചെയ്യുന്ന ലോഹമാണ് നമ്മുടെ മെഗ്നീഷ്യം. ഇനി റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷൻ ബിറ്റ്വീൻ ദിസ് മെറ്റൽ ആൻഡ് ഡയലൂട്ട് HCl. ഈ പറയുന്ന മെഗ്നീഷ്യവും HCl തമ്മിലുള്ള റിയാക്ഷന്റെ രാസപ്രവർത്തനത്തിന് സമവാക്യം എഴുതുക. എഴുതാലോ? ഓക്കെ, ഏതാണ്? Mg പ്ലസ് 2HCl gives ബാലൻസ്ഡ് ഇക്വേഷൻ ആണ് ടീച്ചർ എഴുതുന്നത്. MgCl2 പ്ലസ് H2. ഏത് മെറ്റലാണെങ്കിലും ആസിഡ് ആയിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഒരു കാര്യം ഓർത്ത് വെച്ചിട്ട് വേണം ഇക്വേഷൻ എഴുതാനായിട്ട്. ഏതൊരു മെറ്റലും ആസിഡുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകവും ഒപ്പം തന്നെ ആ മെറ്റലിന്റെ ഒരു ലവണവും സോൾട്ട്, അതായത് ഈ മെറ്റലും ആസിഡും കൂടെ റിയാക്ട് ചെയ്തിട്ട് ഒരു സോൾട്ടും ഒപ്പം ഹൈഡ്രജൻ ഗ്യാസും അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ഹൈഡ്രജൻ ഗ്യാസും അവിടെ ഉണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് പറയണത്? സൊല്യൂഷൻ ഓഫ് ZnSO4, FeSO4, CuSO4 are taken in 3 different test tubes. Suppose an iron nail is kept immersed in each one. In which test tube the iron nail undergo color change? What is the reaction taking place here? Justify your answer. എന്താ പറഞ്ഞേക്കണേ?
3 സൊല്യൂഷൻ നമ്മൾ 3 ബീക്കറിൽ എടുക്കണം. അപ്പം ജസ്റ്റ് ഒന്ന് ഫിഗർ വരച്ച് നോക്കാം. ആദ്യം നമ്മൾ 3 ബീക്കർ വരയ്ക്കാം കേട്ടോ. 3 ബീക്കർ വരയ്ക്കാണ്. ഫിഗർ വരച്ച് ചെയ്യുകയാണെങ്കിൽ തെറ്റില്ല. മൂന്ന് ബീക്കർ വെച്ചു. ആദ്യത്തെ എ, രണ്ടാമത്തത് ബി, മൂന്നാമത്തത് സി. ആദ്യത്തേൽ നമ്മൾ ZnSO4 സൊല്യൂഷൻ എടുത്തു. അത്ര ആരെടുത്തു? ZnSO4 സൊല്യൂഷൻ എടുത്തു. അടുത്തേൽ നമ്മൾ FeSO4 സൊല്യൂഷൻ എടുത്തു. അടുത്തേൽ നമ്മൾ CuSO4 സൊല്യൂഷൻ എടുത്തു. 3 ബീക്കറിൽ നമ്മൾ ലായനി അല്ലെങ്കിൽ സൊല്യൂഷൻ എടുത്തു. ആദ്യത്തെ ബീക്കറിൽ നമ്മൾ ഈ 3 ബീക്കറിൽ എന്ത് ചെയ്യാണ്? അയൺ നെയിൽ വെച്ചേക്കാണ്. 3 ബീക്കറിൽ നമ്മൾ എന്ത് ചെയ്തു? അയൺ നെയിൽ വെച്ചു. അയൺ നെയിൽ വെച്ചേക്കാണ്. 3 ബീക്കറിലും അയൺ നെയിൽ ഇട്ട് വെച്ചേക്കുന്നു. 3 ബീക്കറിലും അയൺ നെയിൽ വെച്ചു. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് ടെസ്റ്റ് ട്യൂബ് ദ അയൺ നെയിൽ അണ്ടർഗോ കളർ ചേഞ്ച്? ഏത് ബീക്കർ അല്ലെങ്കിൽ എന്നോട് ബീക്കറാണ് വരച്ചിട്ട് ഇവിടെ ടെസ്റ്റ് ട്യൂബ് ആണ് പറഞ്ഞേക്കണം കേട്ടോ. എന്തിലുള്ള ഏത് ടെസ്റ്റ് ട്യൂബിൽ അല്ലെങ്കിൽ ഏത് ബീക്കറിൽ വെച്ചിട്ടുള്ള അയൺ നെയിലാണ് കളർ ചേഞ്ച് ഉണ്ടാവും? ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു മെറ്റലിന്റെ സൊല്യൂഷനിൽ അയൺ വേറൊരു മെറ്റൽ ഡിപ്പ് ചെയ്ത് വെച്ചേക്കാണ്. എന്നിട്ട് കളർ ചേഞ്ച് സംഭവിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം വെച്ച് നിങ്ങൾ ആലോചിക്കണം. ഇവിടെ എന്താ അവർ ഉദ്ദേശിക്കണേ? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കുമ്പോൾ അല്ലെങ്കിൽ ആദേശ രാസപ്രവർത്തനം നടക്കുമ്പോഴാണ് കളർ ചേഞ്ച് ഉണ്ടാവുക. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അല്ലെങ്കിൽ ആദേശ രാസപ്രവർത്തനം നടക്കുമ്പോഴാണ് ഇവിടെ കളർ ചേഞ്ച് ഉണ്ടാവുന്നത്. അപ്പൊ കളർ ചേഞ്ച് ഉണ്ടാവുന്നുണ്ടോ എന്ന് വെച്ചാൽ അവിടെ എന്താ ഉദ്ദേശിക്കണേ? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കണമെങ്കിൽ സൊല്യൂഷനിലുള്ള ലോഹത്തിന് റിയാക്ടിവിറ്റി കുറവായിരിക്കണം. ഇറക്കി വെച്ചിട്ടുള്ള ലോഹത്തിന് റിയാക്ടിവിറ്റി അല്ലെങ്കിൽ ക്രിയാശീലം കൂടുതലായിരിക്കണമെങ്കിൽ മാത്രമേ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കുള്ളൂ. ആദ്യത്തെ കേസിൽ സൊല്യൂഷനിലുള്ള മെറ്റല് സിങ്ക് ആണ്, ഇറക്കി വെച്ചിട്ടുള്ള മെറ്റല് അയേൺ ആണ്. ആർക്കാണ് റിയാക്ടിവിറ്റി കൂടുതൽ? സിങ്കിനാണ് റിയാക്ടിവിറ്റി കൂടുതൽ. സോ ഇവിടെ റിയാക്ഷൻ നടക്കില്ല. അടുത്ത കേസിൽ 2 മെറ്റലും സെയിം ആണ്. ഇറക്കി വെച്ചിട്ടുള്ള മെറ്റല് അയേൺ ആണ്, സൊല്യൂഷനിലുള്ള മെറ്റലും അയേൺ ആണ്. സോ ഇവിടെ റിയാക്ഷൻ നടക്കില്ല. രണ്ടിന്റെ റിയാക്ടിവിറ്റി സെയിം ആണ്. ഓക്കെ, അപ്പൊ ഇവിടെയും റിയാക്ഷൻ നടക്കില്ല. അടുത്ത കേസ് നോക്കിയേ. സൊല്യൂഷനിലുള്ള മെറ്റല് കോപ്പർ ആണ്, ഇറക്കി വെച്ചിട്ടുള്ള മെറ്റല് അയേൺ ആണ്. കോപ്പറിനേക്കാളും റിയാക്ടിവിറ്റി കൂടുതലുള്ള ആളാണ് അയൺ. സോ ഇവിടെയാണ് റിയാക്ഷൻ നടക്കുക. സോ മൂന്നാമത്തെ ടെസ്റ്റ് ട്യൂബിലാണ് റിയാക്ഷൻ നടക്കുക. സോ അവിടെയാണ് അയൺ നെയിലിന് കളർ ചേഞ്ച് സംഭവിക്കുക. ഓക്കെ, അടുത്തത് വാട്ട് ഈസ് ദ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഹിയർ? ഇവിടെ നടക്കുന്ന റിയാക്ഷന്റെ പേര് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ്. ഓക്കെ, ജസ്റ്റിഫൈ യുവർ ആൻസർ എന്ന് പറഞ്ഞാൽ ആ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അല്ലെങ്കിൽ ആദേശ രാസപ്രവർത്തനത്തിന്റെ ഡെഫിനേഷൻ അങ്ങോട്ട് എഴുതി വെക്കുക. എന്താണ്? ഒരു മെറ്റലിന്റെ സൊല്യൂഷനിൽ വേറൊരു മെറ്റൽ ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ റിയാക്ടിവിറ്റി കൂടുതലുള്ള മെറ്റല് റിയാക്ടിവിറ്റി കുറവുള്ള മെറ്റലിനെ അതിന്റെ സൊല്യൂഷൻ എടുത്ത് അങ്ങോട്ട് മാറ്റും. എനിക്ക് ആ ഡെഫിനേഷൻ അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Compare the electrolysis of molten potassium chloride and potassium chloride solution. പൊട്ടാസ്യം മോൾട്ടൻ ഉരുകിയ പൊട്ടാസ്യം ക്ലോറൈഡിന്റെയും പൊട്ടാസ്യം ക്ലോറൈഡ് ലായനിയുടെയും ഇലക്ട്രോളിസിസ് കമ്പയർ ചെയ്യാം. നമുക്ക് ആദ്യം ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൻ പൊട്ടാസ്യം ക്ലോറൈഡ് നോക്കാം കേട്ടോ. മോൾട്ടൻ ഉരുകിയ പൊട്ടാസ്യം ക്ലോറൈഡിന്റെ ഇലക്ട്രോളിസിസ് നോക്കാം. ഓക്കെ, ഇതിന്റെ അർത്ഥം എന്താ? മോൾട്ടൻ പൊട്ടാസ്യം ക്ലോറൈഡിൽ കൂടെയാണ് നമ്മൾ ഇലക്ട്രിസിറ്റി കടത്തിവിടേണ്ടത്. എന്തിൽ കൂടെയാണോ ഇലക്ട്രിസിറ്റി കടത്തിവിടേണ്ടത് അതിന് നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കും. സോ നമ്മളൊരു ബീക്കർ എടുത്തു. ആ ബീക്കറില് മോൾട്ടൻ പൊട്ടാസ്യം ക്ലോറൈഡ് എടുത്തു. ഒരു ബാറ്ററി എടുത്തു. വലിയ വര പോസിറ്റീവ്, ചെറിയ വര നെഗറ്റീവ്. ഒരു ഇലക്ട്രോൺ നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്തു. അതിന് നമ്മൾ ആനോഡ് എന്ന് വിളിച്ചു. ഒരു ഇലക്ട്രോണിനെ നമ്മൾ ബാറ്ററിയുടെ നെഗറ്റീവായിട്ട് കണക്ട് ചെയ്തു. അതിന് നമ്മൾ കാഥോഡ് എന്ന് വിളിച്ചു. ഗാലണിക് സെൽ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ആനോഡിന് പോസിറ്റീവ് ചാർജും കാഥോഡിന് നെഗറ്റീവ് ചാർജും ആണ്. ഇനി മോൾട്ടൻ KCl എന്താ പറ്റുക? മോൾട്ടൻ KCl കൂടെ ഇലക്ട്രിസിറ്റി കടന്നു പോകുമ്പോൾ KCl ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് K+ അയോണും Cl- അയോണുമായിട്ട് മാറും. പോസിറ്റീവ് അയോണും നമ്മൾ കാറ്റയോൺ എന്ന് വിളിക്കും. മലയാളത്തിൽ അങ്ങനെ തന്നെയാണ് വിളിക്കുക. നെഗറ്റീവ് അയോണിനെ നമ്മൾ ആനയോൺ എന്ന് വിളിക്കും.
കാറ്റയോൺസ് പോണ സ്ഥലമാണ് കാഥോഡ്. ആനയോൺസ് പോണ സ്ഥലമാണ് ആനോഡ്. ആനോഡില് ഓക്സിഡേഷൻ ആണ് നടക്കുക, കാഥോഡില് റിഡക്ഷൻ ആണ് നടക്കുക. ഇനി എന്ത് ചെയ്യണം? ഈ പറയുന്ന ഓക്സിഡേഷന്റെ ഇക്വേഷനും റിഡക്ഷന്റെ ഇക്വേഷനും എഴുതി വെക്കാം. ഓക്സീകരണത്തിന്റെ സമവാക്യവും നിരോക്സീകരണത്തിന്റെ സമവാക്യവും എഴുതി വെക്കാം. ഓക്സിഡേഷൻ ഇവിടെ എഴുതാണ് തൽക്കാലം കേട്ടോ. ഓക്സിഡേഷൻ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാൽ ആനോഡിലേക്ക് പോയിട്ടുള്ള അയോണിന്റെ പേര് എഴുതാം. ആനോഡിലേക്ക് പോയിട്ടുള്ള ആളാരാണ്? ആനയോൺ Cl-. ഓക്കെ, നിങ്ങൾ ആലോചിക്കുക, ഓക്സിഡേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുക. എത്ര ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും? എത്ര നെഗറ്റീവ് ചാർജ് ഉണ്ടോ അത്രയും ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. ഓക്കെ, അപ്പോൾ Cl- ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ട് ക്ലോറിൻ ആറ്റമായിട്ട് മാറും. ഇങ്ങനെ എഴുതിയാലും മാർക്ക് കിട്ടും. ക്ലോറിൻ ഒരു ഡയാറ്റോമിക് മോളിക്യൂൾ ആയതുകൊണ്ട് തന്നെ ക്ലോറിൻ ഒരിക്കലും Cl എന്ന ഫോമിൽ നിൽക്കില്ല, Cl2 എന്ന ഫോമിലാണ് നിൽക്കുക. Cl പകരം ടീച്ചർ Cl2 നിൽക്കും. ഓക്കേടാ, ഇവിടെ 2 ക്ലോറിൻ ആണെങ്കിൽ ഇപ്പുറത്തെ സൈഡിലും 2 ക്ലോറിൻ തന്നെ വേണം. സോ ഇവിടെ ഞാൻ എങ്ങനെ എഴുതി? 2Cl- എഴുതി. ഓക്കെ, ഒരു Cl- ഒരു ഇലക്ട്രോണിനെ വിട്ടു കൊടുക്കും. അപ്പൊ 2 Cl- എത്ര ഇലക്ട്രോണിനെ വിട്ടു കൊടുക്കും? 2 ഇലക്ട്രോണിനെ വിട്ടു കൊടുക്കും. അപ്പോൾ ഇലക്ട്രോളിസിസ് ഓഫ് പൊട്ടാസ്യം ക്ലോറൈഡ്, മോൾട്ടൺ പൊട്ടാസ്യം ക്ലോറൈഡും പൊട്ടാസ്യം ക്ലോറൈഡ് സൊല്യൂഷനും കമ്പയർ ചെയ്യാൻ പറഞ്ഞാൽ ആദ്യം ഇത് ഫിഗർ വരയ്ക്കുക, എന്നിട്ട് ആനോഡിൽ നടക്കുന്ന റിയാക്ഷനും കാഥോഡിൽ നടക്കുന്ന റിയാക്ഷനും എഴുതണം കേട്ടോ. ഇനി കാഥോഡിൽ എന്താ നടക്കുക? റിഡക്ഷൻ ആണ്. റിഡക്ഷൻ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാൽ ആദ്യം കാഥോഡിലേക്ക് പോയിട്ടുള്ള അയോണിന്റെ പേര് എഴുതാം. കാഥോഡിലേക്ക് പോകുന്ന ആളാരാണ്? നമ്മുടെ കാറ്റയോൺ ആയിട്ടുള്ള K+. ഓക്കെ, സോറി. റിഡക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇലക്ട്രോണിനെ വാങ്ങാം. എത്ര ഇലക്ട്രോണിനെ വാങ്ങും? എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ടോ അത്രയും ഇലക്ട്രോണിനെ വാങ്ങും. ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ആണ് ഉള്ളത്. സോ ഇത് ഒരു ഇലക്ട്രോണിനെ വാങ്ങിയിട്ട് പൊട്ടാസ്യം ആറ്റമായിട്ട് മാറും. അത്രേ ഉള്ളൂ കേട്ടോ. മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് ഇലക്ട്രോണിക്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? മോൾട്ടൺ പൊട്ടാസ്യം ക്ലോറൈഡ് ഇലക്ട്രോളിസിസ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പൊട്ടാസ്യം ക്ലോറൈഡ് സൊല്യൂഷൻ, പൊട്ടാസ്യം ക്ലോറൈഡ് ലായനിയുടെ ഇലക്ട്രോളിസിസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇലക്ട്രോളിസിസ് ഓഫ് KCl സൊല്യൂഷൻ, KCl ലായനിയുടെ ഇലക്ട്രോളിസിസ്. അതായത് ഇവിടെ KCl സൊല്യൂഷനിൽ കൂടെയാണ് ഇലക്ട്രിസിറ്റിനെ കടത്തി വിടേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ബീക്കർ എടുത്തു, ആ ബീക്കറിൽ KCl സൊല്യൂഷൻ എടുത്തു. ഒരു ബാറ്ററി എടുത്തു, ബാറ്ററിയുടെ വലിയ വര പോസിറ്റീവ്, ചെറിയ വര നെഗറ്റീവ്. ഒരു ഇലക്ട്രോൺ നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്തു, അതാണ് നമ്മുടെ ആനോഡ്. ഒരു ഇലക്ട്രോൺ നമ്മൾ ബാറ്ററിയുടെ നെഗറ്റീവായിട്ട് കണക്ട് ചെയ്തു, അതാണ് നമ്മുടെ കാഥോഡ്. ഓക്കെ, ഇവിടെ നടക്കുന്ന റിയാക്ഷൻ ഓൾറെഡി KCl സൊല്യൂഷൻ, KCl എന്തായിട്ട് മാറ്റുണ്ടാവും? K+ഉം Cl-ഉമായിട്ട് മാറും. ഓക്കെ, ഇനി ഇവിടെ ആരും കൂടി ഉണ്ട്? വാട്ടറിന്റെ മോളിക്യൂൾ ഉണ്ട്, ജല തന്മാത്രകൾ കൂടി ഉണ്ട് അല്ലേ? അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ H2O കൂടി ഇലക്ട്രിസിറ്റി കടന്നു പോകുമ്പോൾ H2O ഒരു ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് H+ അയോണുകളും OH- അയോണുകളും ഉണ്ടാവും. ഈ H+ അയോണുകൾക്ക് സ്ഥിരത കുറവാണ്, അതായത് അവർക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല, അവർക്ക് സ്റ്റെബിലിറ്റി കുറവാണ്. അവരെന്ത് ചെയ്യും? H2O മോളിക്യൂളിന്റെ കൂടെ നിൽക്കും. അപ്പോൾ H2O മോളിക്യൂളായിട്ട് ചേർന്നിട്ട് H3O+ അയോൺ ആയിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതൊക്കെ അയോണുകൾ ഉണ്ടായി? ഓക്കെ, ഏതൊക്കെ അയോണുകൾ ഉണ്ടായി മാറ്റിയാണേ. ഏതൊക്കെ അയോൺ ഉണ്ടായി? K+, H3O+, പിന്നെ H2O, പിന്നെ Cl-, OH-. ഓക്കെ, ഈ പോസിറ്റീവ് അയോണ് നമുക്ക് കാറ്റയോൺ എന്ന് വിളിക്കാം, നെഗറ്റീവ് അയോണിനെ നമുക്ക് ആനയോൺ എന്ന് വിളിക്കാം. കാറ്റയോൺസ് പോണ സ്ഥലമാണ് കാഥോഡ്, ആനയോൺസ് പോണ സ്ഥലമാണ് ആനോഡ്. ആനോഡിൽ ഓക്സിഡേഷൻ ആണ് സംഭവിക്കുന്നത്, കാഥോഡിൽ റിഡക്ഷൻ ആണ് സംഭവിക്കുന്നത്. ഇനി എന്ത് ചെയ്യണം? നമുക്ക്
ഈ ഓക്സിഡേഷന്റെയും റിഡക്ഷന്റെയും ഇക്വേഷൻ അങ്ങോട്ട് എഴുതുന്നു. ഇത് മാച്ച് കളയണം കേട്ടോ. ഓക്സിഡേഷൻ ആനോഡിലേക്ക് പോയവർക്കാണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത്. ആനോഡിലേക്ക് പോയിട്ടുള്ള എല്ലാവർക്കും ഓക്സിഡേഷൻ സംഭവിക്കോ? ഇല്ല. ഈ പോയിട്ടുള്ള ആളുകളിൽ ഓക്സിഡേഷൻ നടത്താനുള്ള കഴിവ് കൂടുതൽ ആർക്കാണോ അവർക്ക് മാത്രമേ ഓക്സിഡേഷൻ സംഭവിക്കുള്ളൂ. ഓക്കെ, Cl മൈനസും OH മൈനസും കൂടെയാണ് ആനോഡിലേക്ക് പോയിട്ടുള്ളത്. അതിൽ Cl മൈനസ് അയോണിനാണ് ഓക്സിഡേഷൻ നടത്താനുള്ള കഴിവ് കൂടുതൽ. സോ Cl മൈനസ് അയോണിന് മാത്രമേ ഓക്സിഡേഷൻ സംഭവിക്കുള്ളൂ. അപ്പോൾ ഓക്സിഡേഷൻ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാൽ ആദ്യം ആനോഡിലേക്ക് പോയിട്ടുള്ള അയോണായ Cl മൈനസിന്റെ പേര് നമ്മൾ എഴുതി. ഈ Cl മൈനസ് എന്ത് ചെയ്യും? ഇലക്ട്രോണിന് വിട്ടുകൊടുക്കും. എത്ര ഇലക്ട്രോണിന് വിട്ടുകൊടുക്കും? എത്ര നെഗറ്റീവ് ചാർജ് ഉണ്ടോ അത്രയും ഇലക്ട്രോണിന് വിട്ടുകൊടുക്കും. ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ആണ് ഉള്ളത്. സോ ഒരു ഇലക്ട്രോണിന് വിട്ടുകൊടുത്തിട്ട് ഇത് ക്ലോറിൻ ആറ്റമായിട്ട് മാറും. എഴുതിയാൽ നമുക്ക് മാർക്ക് കിട്ടും. ഇനി എന്താണ്? ക്ലോറിൻ ഒരു ഡയാറ്റോമിക് മോളിക്യൂൾ ആയതുകൊണ്ട് തന്നെ Cl2 എന്ന ഫോമിലാണ് നിൽക്കുക. ഇവിടെ 2 ക്ലോറിൻ ഉണ്ടെങ്കിൽ ഇവിടെ റിയാക്റ്റൻസ് ആയിട്ടും 2 ക്ലോറിൻ തന്നെ വേണം. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? 2Cl മൈനസ് എന്ന് എഴുതാം. ഒരു Cl മൈനസ് ഒരു ഇലക്ട്രോൺ ആണ്. അപ്പൊ 2 Cl മൈനസോ 2 ഇലക്ട്രോണിനെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? റിഡക്ഷൻ്റെ ഇക്വേഷൻ എഴുതാം. ഓക്കെ, കാഥോഡിലാണ് റിഡക്ഷൻ സംഭവിക്കുക. കാഥോഡിലേക്ക് ഇവർ 3 പേര് പോകുമെങ്കിലും കമ്പാരിറ്റീവ്ലി റിഡക്ഷൻ നടത്താനുള്ള, നിരോക്സീകരണം നടത്താനുള്ള കഴിവ് കൂടുതൽ ആർക്കാണോ അവർക്ക് മാത്രമേ റിഡക്ഷൻ സംഭവിക്കുള്ളൂ. ഇതിൽ കഴിവ് കൂടുതൽ വാട്ടർ മോളിക്യൂൾസിനാണ്. അപ്പോൾ വാട്ടർ മോളിക്യൂളിനാണ് റിഡക്ഷൻ സംഭവിക്കുക. നോക്കാം, 2 H2O മോളിക്യൂള് 2 ഇലക്ട്രോണിനെ വാങ്ങിയിട്ട് ഒരു ഹൈഡ്രജൻ മോളിക്യൂളും 2 OH മൈനസ് അയോണുമായിട്ട് മാറും. ഇതാണ് നമ്മുടെ റിഡക്ഷൻ ഇക്വേഷൻ ട്ടാ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ നമ്മൾ ചെയ്തു. ഓക്കെ, 2 കേസിലും ആനോഡിൽ കിട്ടുന്ന സബ്സ്റ്റൻസ് സെയിം ആണ്. കാഥോഡിൽ കിട്ടുന്ന സബ്സ്റ്റൻസിലാണ് വ്യത്യാസം വരാം. അത് ഓർത്ത് വെക്കണം കേട്ടോ. 3ാമത്തെ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ വീഡിയോ ആദ്യം ഒരു പ്രാവശ്യം ഒന്ന് വീഡിയോ മൊത്തമായിട്ട് കണ്ടു വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസ് എഴുതിയെടുത്തിട്ട് തന്നെത്താനെ സ്വയം ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ നല്ലോണം കണ്ടു നോക്കുക, നല്ലോണം പഠിക്കുക, അടിപൊളിയായിട്ട് എക്സാം എഴുതുക. ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് പിന്നെയും കാണാം. ബൈ.